1969 നോർത്ത് പറവൂരിലെ ചിറ്റാറ്റുകരയിൽ ജനനം. അച്ഛൻ ഗംഗാധരൻ ഒട്ടും ഈശ്വര വിശ്വാസി ആയിരുന്നില്ല. അതുകൊണ്ട് സലിം എന്ന പേര് വെച്ചു എന്നാണ് പറയപ്പെടുന്നത്. സ്കൂളിൽ ചേർത്തപ്പോൾ കുമാർ എന്നൊരു സർനെയിമും കൂടെ വെക്കേണ്ടി വന്നു. അങ്ങനെ സലിം കുമാറായി. ചെറുപ്പത്തിൽ തന്നെ മിമിക്രി, അനുകരണം വലിയ കമ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. കൊച്ചിൻ കലാഭവനിൽ മിമിക്രി കരിയറിന് തുടക്കം. പിന്നീട് ഏഷ്യാനെറ്റിന്റെ കോമിക്കോള പരിപാടിയിലൂടെ ടെലിവിഷൻ രംഗത്തേക്ക് അരങ്ങേറ്റം. സിനിമ വലിയ താല്പര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആദ്യമായിട്ട് പുള്ളിക്ക് ഒരു ചെറിയ റോള് സിനിമയിൽ കിട്ടുന്നത് ഇഷ്ടമാണ് 100 വട്ടം എന്ന 1997 ഇറങ്ങിയ സിനിമയിലാണ്. പിന്നീടും കുറച്ചധികം മൈനർ റോൾസ് ചെയ്തെങ്കിലും പുള്ളിക്ക് ഒരു ബ്രേക്ക് ത്രൂ റോൾ വരുന്നത് 2000 പുറത്തിറങ്ങിയ വിജി തമ്പി ഡയറക്ടോറിയൽ സത്യമേവ ജയതയിലൂടെയാണ്. അത് പുള്ളി നല്ല രസമായിട്ട് ചെയ്തു. ആ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് റാഫി മെക്കാട്ടിന്റെ കോള് പിന്നീട് വരുന്നത് തെങ്കാശി പട്ടണത്തിലേക്ക്. ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് കണ്ട സിനിമ തെങ്കാശി പട്ടണമായിരിക്കാം. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും തിരക്കേറിയ നാളുകൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് എത്ര എത്ര സിനിമകൾ, വൺ മാൻ ഷോ, ഈ പറക്കം തെളുക, മീശമാധവനിലെ സ്ക്രീൻ സ്പേസ് വളരെ കുറവാണെങ്കിലും എന്ത് രസമായിട്ടാണ് പുള്ളി ആ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയെ കാഴ്ചവെച്ചത്. കോമഡി മാത്രമല്ല, മാസായിരുന്നു താനും. പിന്നീട് മഴത്തുള്ളിക്കിലുക്കം, ഗ്രാമഫോൺ, കുഞ്ഞിക്കൂനൻ, ആൻഡ് ദെൻ ദാറ്റ് ഐക്കോണിക് പ്യാരി, കല്യാണരാമനിലെ അങ്ങനെ ക്യാരക്ടേഴ്സ് മാത്രമല്ല, അടിപൊളി ഡയലോഗ്സും പുള്ളി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഡയലോഗ്സ് അല്ലെ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, തളരരുത് രാമൻകുട്ടി നീ തളരരുത്, ഐ ആം ദി സോറി അളിയ. ഈ ഡയലോഗ് എവിടെ കേട്ടാലും സലീമേട്ടന്റെ വോയിസിലൂടെയാണ് നമ്മുടെ ചെവിയിൽ അതൊക്കെ മുഴങ്ങുന്നത് അല്ലെ. പിന്നീട് ആ CID മൂസയില മെന്റൽ പേഷ്യന്റ്, പിന്നെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട്, പുള്ളിയുടെ മോസ്റ്റ് സെലിബ്രേറ്റഡ് ക്യാരക്ടർ ആ കൊച്ചി എത്തി, യെസ്, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ. ഇതൊക്കെ എന്ത്, അങ്ങനെ എത്ര എത്ര മൂവീസ്. നീയും തയ്ച്ചു വെച്ച ഒരെണ്ണം എന്ന് പറഞ്ഞത് പാണ്ടിപ്പട. തനിക്കിങ്ങനെ സ്ലാപ്സ്റ്റിക് കോമഡി ക്യാരക്ടേഴ്സ് മാത്രമല്ല നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നത്, എന്നാൽ ഇമോഷണൽ ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സിനെയും നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ കഴിയും എന്ന് കാണിച്ചെന്ന സിനിമയാണ് 2005 ലാൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അച്ഛൻ ഉറങ്ങാത്ത വീട്. ഈ സിനിമയിലെ ക്യാരക്ടർ പോർട്രയലിന് അദ്ദേഹത്തെ തേടി കേരള സ്റ്റേറ്റ് ബെസ്റ്റ് ആക്ടർ ഫിലിം അവാർഡ് എത്തി. പിന്നീട് 2010 നാഷണൽ ഫിലിം അവാർഡ് ഫോർ ദ ബെസ്റ്റ് ആക്ടർ അദ്ദേഹത്തെ തേടിയെത്തി ആദാമിന്റെ മകൻ അബുവിലൂടെ. ആ വർഷത്തെ ഇന്ത്യയുടെ ഓസ്കാർ സബ്മിഷൻ കൂടിയാണ് ആദാമിന്റെ മകൻ അബു. അങ്ങനെ മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച സലീമേട്ടനും കൂടി നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. വി ആർ ഗോണ ഡെഫിനറ്റ്ലി മിസ് യു സലീമേട്ട, ബട്ട് യു വിൽ ബി റിമെമ്പേർഡ് ത്രൂ യുവർ ഐക്കോണിക് ക്യാരക്ടേഴ്സ്.